പുതിയ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മഞ്ഞ, പിങ്ക്, നീല എന്നീ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാൻ സാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ നിങ്ങൾ പോയേക്കാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ തന്നെ വെള്ളക്കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്കും സന്തോഷമാകുന്ന ഒരു വാർത്താ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ഈ മീഡിയത്തിൽ, ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക. ഇത്തരത്തിലുള്ള വാർത്തകൾ, അപ്ഡേറ്റുകളെല്ലാം കൃത്യമായ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ ഭാവിയിൽ ഇത് ഉപകരിക്കും. നമുക്കിനി കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, 4 തരത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. മഞ്ഞ, വെള്ള, നീല, പിങ്ക് എന്നീ കാർഡുകൾ. ഇതിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ കുറേയധികം ആളുകൾ അനധികൃതമായി കയ്യിൽ വെച്ചിരിക്കുന്നതായി വാർത്തകളും പരാതികളും വന്നിട്ടുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം PDS ശക്തമായ നിലപാടുകളും നിയമ നടപടികളുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിലെ പിങ്ക് റേഷൻ കാർഡ്, PHH അല്ലെങ്കിൽ മഞ്ഞ കാർഡ് AAY അർഹതയില്ലാതെ കൈവശം വയ്ക്കുന്നത് ചെറിയ നിയമലംഘനമല്ല. കാരണം യഥാർത്ഥത്തിൽ അർഹരായ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യമാണ് മറ്റൊരാൾ അനധികൃതമായി ഉപയോഗിക്കുന്നത്. മഞ്ഞ കാർഡ് അല്ലെങ്കിൽ AAY കാർഡ് അന്ത്യോദയ അന്ന യോജന ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്കുള്ള വിഭാഗമാണിത്. സാധാരണയായി ഇതിൽ ഉൾപ്പെടുന്നവർ വരുമാനമില്ലാത്ത കുടുംബങ്ങൾ, വയോജനങ്ങൾ മാത്രം താമസിക്കുന്ന കുടുംബങ്ങൾ, ഭിന്നശേഷിക്കാർ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ, ഭൂമിയില്ലാത്ത അതിദരിദ്രർ, അതീവ സാമ്പത്തിക പിന്നോക്കം നേരിടുന്ന കുടുംബങ്ങൾ. പിങ്ക് കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയോ അതിനടുത്തോ ഉള്ള കുടുംബങ്ങൾ. സബ്സിഡിക്ക് പരിമിതമായ അർഹതയുള്ള എന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത കുടുംബങ്ങൾ. സാമ്പത്തികമായി മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത കുടുംബങ്ങൾ. സാധാരണയായി സൗജന്യ ഭക്ഷ്യദാനത്തിന് ഇവർക്ക് അർഹതയില്ല. പിങ്ക് കാർഡിന് അർഹതയില്ലാത്തവർ ആരൊക്കെയെന്ന് നോക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു കുടുംബം അന്വേഷണത്തിന് വിധേയമാകാം. സർക്കാർ ജീവനക്കാർ, ഉയർന്ന ശമ്പളമുള്ള സ്വകാര്യ ജീവനക്കാർ, ആദായ നികുതി അടയ്ക്കുന്നവർ, വലിയ ഭൂസ്വത്ത്, വാണിജ്യപരമായ സ്ഥാപനം എന്നിവ ഉള്ളവർ, ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന സ്വത്തുക്കൾ ഉള്ളവർ, സർക്കാരിൻ്റെ മാനദണ്ഡപ്രകാരം മുൻഗണനാ വിഭാഗത്തിൽ പെടാത്ത കുടുംബങ്ങൾ. അന്തിമ അർഹത സർക്കാർ നിശ്ചയിച്ച സാമൂഹിക സാമ്പത്തിക മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അനധികൃതമായി പിങ്ക്, മഞ്ഞ എന്നീ കാർഡുകൾ ഉപയോഗിച്ചാൽ എന്ത് നടപടികളാണ് ഉണ്ടാകുക? ഇത്തരക്കാരെ കണ്ടെത്താൻ കേരള സർക്കാർ വർഷങ്ങളായി പ്രത്യേക പരിശോധനകൾ നടത്തിവരുന്നു. എന്തൊക്കെയാണ് നടപടികൾ? റേഷൻ കാർഡ് റദ്ദാക്കൽ, പിങ്ക്, മഞ്ഞ എന്നീ കാർഡിൽ നിന്ന് വെള്ള കാർഡിലേക്ക് മാറ്റൽ, അനധികൃതമായി വാങ്ങിയ സബ്സിഡിക്ക് പിഴ ചുമത്തൽ, സർക്കാർ നൽകിയ ആനുകൂല്യങ്ങൾ തിരികെ ഈടാക്കൽ. ഗുരുതരമായ തട്ടിപ്പ് തെളിഞ്ഞാൽ നിയമ നടപടികൾക്കും സാധ്യതയുണ്ട്. ഏതാണ്ട് 1 ലക്ഷം രൂപ വരെയാണ് പിഴയടക്കേണ്ടി വരിക. 2022 ഒരു പ്രത്യേക പരിശോധന നടന്നിട്ടുണ്ട്. കേരളത്തിൽ 4572 അനർഹ AAY കാർഡ് ഉടമകളെ കണ്ടെത്തുകയും അവരുടെ കാർഡുകൾ റദ്ദാക്കുകയും ഏകദേശം 76.98 ലക്ഷം രൂപയും ഇവരിൽ നിന്ന് മൊത്തമായി പിഴ ഈടാക്കുകയും ചെയ്തു. ആരെങ്കിലും തെറ്റായി പിങ്ക് കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ പരാതി നൽകാൻ കഴിയുന്നവർ ആരൊക്കെ? നമുക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്കോ ജില്ലാ സപ്ലൈ ഓഫീസർക്കോ അല്ലെങ്കിൽ കേരള സിവിൽ സപ്ലൈസ് വകുപ്പ് പരാതി പരിഹാര സംവിധാനത്തിനോ നമുക്ക് പരാതി നൽകാൻ കഴിയും. പരാതിയോടൊപ്പം നൽകാവുന്ന തെളിവുകൾ, വരുമാന വിവരങ്ങൾ, സ്വത്തിൻ്റെ തെളിവുകൾ, സർക്കാർ ജോലി സംബന്ധിച്ച രേഖകൾ, വാഹന വിവരങ്ങൾ, ഫോട്ടോ, വീഡിയോ, അങ്ങനെ മറ്റു രേഖകളെല്ലാം. ഫോട്ടോയും വീഡിയോയും സഹിതം തെളിവുകളായി സമർപ്പിക്കാൻ കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് ഒരുപക്ഷെ നിങ്ങൾ അനർഹരാണെങ്കിൽ നിങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ സാധിക്കും. പരാതിക്കാരൻ നൽകിയിരിക്കുന്ന രേഖകൾ പരിശോധിച്ച് വകുപ്പ് ഒരു പൂർണ്ണമായ അന്വേഷണം നടത്തും. ഒരു കുടുംബത്തിന് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടും അവർ പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ കാർഡ് ഉപയോഗം തുടരുകയാണെങ്കിൽ അത് സർക്കാർ കണ്ടെത്തിയാൽ കാർഡ് ഉടനടി റദ്ദാക്കാം, പൊതുവിഭാഗത്തിലേക്ക് മാറ്റാം, പിഴ ഈടാക്കാം, ലഭിച്ച അനർഹ ആനുകൂല്യങ്ങൾക്ക് തിരികെ ഈടാക്കാൻ സാധിക്കും. ഗുരുതര തട്ടിപ്പ് തെളിഞ്ഞാൽ നിയമ നടപടികളും സ്വീകരിക്കാം. അതുപോലെ തന്നെ അനർഹമായി വെള്ളക്കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട നീല, മഞ്ഞ, പിങ്ക് എന്നിവയിൽ ഏത് കാർഡിലേക്കാണോ ആ കാർഡിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നത് പരിഗണിക്കുക. നമുക്കപ്പോൾ മറ്റൊരു അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.